നമസ്കാരം, ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്ത്യൻ മരുന്ന് കമ്പനികൾക്കുള്ള ട്രംപ് താരിഫിന്റെ ആഘാതം പരിമിതമെന്ന റിപ്പോർട്ട്. ജാഗ്രത പുലർത്തണമെന്ന് വിപണി വിദഗ്ധർ. ഡെറിവേറ്റീവ് പൊസിഷൻ പരിധിയിൽ മാറ്റം. സൂചികകളുടെ വലിപ്പവും ലിക്വിഡിറ്റിയും അടിസ്ഥാനമാക്കി പുതിയ സ്ലാബുകൾ അവതരിപ്പിക്കാൻ സാധ്യത. പീയൂഷ് ഗോയലിന്റെ പ്രഖ്യാപനത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് വ്യവസായ ലോകം. ഇന്ത്യ US വ്യാപാര ചർച്ച ഫലപ്രാപ്തിയിലെത്തുമെന്ന് പ്രതീക്ഷ. വിദേശ നിക്ഷേപ നിയമത്തിൽ ഇളവ് വരുത്താൻ കേന്ദ്ര സർക്കാർ. ലക്ഷ്യം ഇ-കൊമേഴ്സ് കയറ്റുമതി വർദ്ധിപ്പിക്കൽ. ആശങ്കയൊഴിയാതെ നെൽകർഷകർ. സംസ്ഥാനം താങ്ങുവില വെട്ടിക്കുറയ്ക്കുന്നതായി പരാതി. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 733 പോയിന്റ് താഴ്ന്ന് 80,426-ലും നിഫ്റ്റി 236 പോയിന്റ് താഴ്ന്ന് 24,654-ലും ക്ലോസ് ചെയ്തു. വിശദവിവരങ്ങളുമായി ജാസ്മിൻ ജമാൽ ചേരുന്നു. ജാസ്മിൻ, എന്താണ് ഇന്നത്തെ വിശദാംശങ്ങൾ? ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ഫാർമസ്യൂട്ടിക് സെഗ്മെന്റിന് 100% ലെവി ഏർപ്പെടുത്തിയിട്ടുള്ള താരിഫ് ഏർപ്പെടുത്തിയിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയായിരുന്നു ഏറ്റവും അധികം നിർണായകമായിട്ടുണ്ടായിരുന്നത്. തുടക്കഘട്ടത്തിൽ ഫാർമ ഇൻഡെക്സിലൊക്കെ തന്നെ നമ്മൾ ഒരു വലിയ ഇടിവ് കണ്ടിരുന്നുവെങ്കിലും പതിയെ അത് റീബൗണ്ട് ചെയ്യുന്നതാണ് കണ്ടത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ നോക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സെൽ ഓഫ് ആണ് വന്നിരിക്കുന്നത്. ക്ലോസിംഗ് ബേസിസിലേക്ക് വരുന്ന സമയത്ത് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 1% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 236 പോയിന്റുകളുടെ ഇടിവോടെ 24,654 എന്നുള്ളൊരു നിലവാരത്തിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലുകളൊക്കെ തന്നെ കൈവിട്ടുകൊണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് എടുത്തിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലേക്ക് വരുന്ന സമയത്ത് 1% കൂടുതലായിരുന്നു ഇടിവ്. 581 പോയിന്റുകളുടെ ഇടിവോടുകൂടി 54,395 എന്നുള്ളൊരു നിലയിലേക്ക് ക്ലോസിംഗ് എടുത്തിരിക്കുന്നു. സെൻസെക്സിൽ 750-ലധികം പോയിന്റുകളുടെ ഒരു ഇടിവാണ് കാണുന്നത്. ഏതാണ്ട് 1% അടുത്ത് നിൽക്കുന്ന ഒരു ക്ലോസിംഗ്, ഇടിവോടുകൂടിയുള്ള ഒരു ക്ലോസിംഗ് സെൻസെക്സും എടുത്തിരിക്കുന്നു. എല്ലാ സെക്ടറൽ സൂചികകളും പരിശോധിക്കുന്ന സമയത്ത് അവസാന മിനിറ്റിൽ ഒരു വലിയ രീതിയിലുള്ള ഇടിവിലേക്ക് നീങ്ങിയിരിക്കുന്നു. സൂചികകളിൽ ഉടനീളം 1% കൂടുതലായിരുന്നു ഇടിവ്. ഏറ്റവും അധികം ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തുടക്കത്തിൽ ഫാർമയായിരുന്നു എങ്കിൽ പോലും ഫാർമയെ മറികടന്നുകൊണ്ട് IT ഇൻഡെക്സ് ആണ് ഇന്നിപ്പോൾ 2.7% ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, BSE മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പിലടക്കം 2% കൂടുതൽ ഇടിവുണ്ട്. ഫാർമ മേഖല 2.14%, ഹെൽത്ത് കെയർ മേഖല 2% കൂടുതൽ, പ്രൈവറ്റ് ബാങ്ക് 1.25%, PSU ബാങ്ക് 1.78% ഇടിവ് രേഖപ്പെടുത്തുകയാണ്. ഓട്ടോ ഇൻഡെക്സിലേക്ക് വരുമ്പോഴും 1% ഇടിവിലാണ് ഓട്ടോ ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്. ഇനി മെറ്റൽ മേഖലയിലേക്ക് വന്നാലും കാര്യങ്ങൾ മറിച്ചൊന്നുമല്ല. 1.93% ഒരു ഇടിവുണ്ട്. മീഡിയ സൂചിക 1% കൂടുതൽ ഇടിഞ്ഞിരിക്കുന്നു. റിയൽറ്റി ഇന്ത്യൻ ഓഹരി വിപണി ഇന്നും നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ന്യൂസ് ഡെസ്കിൽ നിന്നും ജാസ്മിൻ ജമാലാണ് വിവരങ്ങൾ നൽകിയത്. ട്രംപിൻ്റെ 100% താരിഫ് ഇന്ത്യൻ മരുന്ന് കമ്പനികൾക്ക് പരിമിതമായ ആഘാതം മാത്രമേ സൃഷ്ടിക്കുന്നുവെന്ന് റിപ്പോർട്ട്. പരോക്ഷമായ പ്രത്യാഘാതങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്നും വിപണി വിദഗ്ധർ. താരിഫിന്റെ പ്രത്യാഘാതം ഇന്ത്യൻ മരുന്ന് കമ്പനികളിൽ നേരിട്ട് ഉടനുണ്ടാവില്ല. ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നതിൽ ഭൂരിപക്ഷവും ജീവൻ രക്ഷാ മരുന്നുകളാണ്. ഇവ താരിഫ് പരിധിയിൽ വരുന്നതായി അമേരിക്ക പറഞ്ഞിട്ടില്ലെന്നും വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ഒക്ടോബർ 1 മുതലാണ് പേറ്റന്റ് ഉള്ളതും ബ്രാൻഡഡുമായ മരുന്നുകളുടെ അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിക്ക് ട്രംപിന്റെ തീരുവ പ്രാബല്യത്തിൽ വരിക. സൺഫാർമ, ഓറോബിന്ദോ, ബയോകോൺ തുടങ്ങിയവയ്ക്കാണ് അമേരിക്കയുടെ ബ്രാൻഡഡ് മരുന്ന് വിപണിയിൽ വിഹിതമുള്ളത്. ഇവയുടെ ഏതൊക്കെ വിഭാഗത്തിലെ മരുന്നുകൾ താരിഫ് പരിധിയിൽ വരുമെന്ന് വ്യക്തമല്ല. എങ്കിലും റഡാറിൽ നിർത്തേണ്ടത് ഈ കമ്പനികളാണെന്ന് നുവാമയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതേസമയം ജനറിക് മെഡിസിൻ ആണെങ്കിലും അസംസ്കൃത വസ്തുക്കൾ താരിഫ് വരുന്നതിനാൽ നേരിടേണ്ടി വരുന്ന ശക്തമായ പരിശോധനാ സംവിധാനം, മരുന്നുകളുടെ ഉത്ഭവ വിവരങ്ങൾ രേഖപ്പെടുത്തൽ തുടങ്ങിയ ചെലവുകൾ കമ്പനികൾക്ക് അധികമായി വരാം. ഇത് ഹ്രസ്വകാലത്തേക്ക് കമ്പനികളുടെ ലാഭക്ഷമതയെ ബാധിച്ചേക്കാമെന്നും
നുവാമ വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ പരോക്ഷമായ വെല്ലുവിളികളിൽ ജാഗ്രത പുലർത്തണമെന്നും വിപണി വിദഗ്ധരും വ്യക്തമാക്കി. താരിഫ് വലിയ തിരിച്ചടി ഉണ്ടാക്കില്ലെന്നാണ് ഇന്ത്യൻ ഫാർമ അലയൻസ് സെക്രട്ടറി സുദർശൻ ജെയിനും പ്രതികരിച്ചത്. ഇന്ത്യൻ കമ്പനികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്പെഷ്യാലിറ്റി ജനറിക് മരുന്നുകളിലേക്ക് താരിഫ് കടന്നുവന്നാൽ ആശങ്കയ്ക്ക് വഴിയുണ്ട്. ഇതാണ് അഷിക ഇൻസ്റ്റിറ്റ്യൂഷണൽ റിസർച്ചിലെ നിരാലി ഷായും ഉദിത് ഗുപ്തയും പറയുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സെൻസെക്സ്, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എന്നിവയുടെ ഡെറിവേറ്റീവ് പൊസിഷൻ പരിധിയിൽ മാറ്റം വരുത്താൻ സെബി. സൂചികകളുടെ വലിപ്പവും ലിക്വിഡിറ്റിയും അടിസ്ഥാനമാക്കി പുതിയ സ്ലാബുകൾ അവതരിപ്പിക്കാൻ സാധ്യത. ഡെറിവേറ്റീവ് പൊസിഷൻ പരിധിയിൽ നിരന്തരമായി ലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് സെബിയുടെ നീക്കം. നിലവിൽ സൂചികകളുടെ വലിപ്പം, ട്രേഡിംഗ് വോളിയം, റിസ്ക് പ്രൊഫൈൽ എന്നിവ സെബി പരിഗണിക്കാറില്ല. പകരം എല്ലാ സൂചികകളിലും ഒരേ പൊസിഷൻ പരിധിയാണ് അനുവദിച്ചിരിക്കുന്നത്. നിഫ്റ്റി പോലുള്ള ചില സൂചകങ്ങൾക്ക് വളരെ വലിയ ഓപ്പൺ ഇൻട്രസ്റ്റും ലിക്വിഡിറ്റിയും ഉള്ളപ്പോൾ ഇത് വലിയ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതാണ്. അതിനാൽ ഓരോ സൂചികയുടെയും വലിപ്പം, ലിക്വിഡിറ്റിക്കുമനുസരിച്ച് പൊസിഷൻ സ്ലാബാണ് സെബി കൊണ്ടുവരികയെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഉദാഹരണത്തിന്, സൂചികയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് 10,000 കോടി രൂപയിൽ താഴെയാണെങ്കിൽ പൊസിഷന്റെ ഉയർന്ന പരിധി 2,000 കോടി രൂപയായിരിക്കും. ഡെൽറ്റ അഡ്ജസ്റ്റഡ് ഓപ്പൺ ഇൻട്രസ്റ്റ് 10,000 കോടിയിൽ കൂടുതലും 30,000 കോടി വരെയുമാണെങ്കിൽ പരിധി 6,000 കോടി രൂപയായി നിശ്ചയിക്കാം. 50,000 കോടി രൂപ വരെയുള്ളതിന്റെ പൊസിഷൻ പരിധി 10,000 കോടി രൂപയായിരിക്കും. 50,000 കോടി രൂപയ്ക്ക് മുകളിലുള്ളത് 12,000 കോടി രൂപയായി നിശ്ചയിക്കാം. ഇത് ട്രേഡേഴ്സിന് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി പോലുള്ളവയിൽ വലിയ പൊസിഷൻ എടുക്കാൻ അനുവദിക്കും. സെബിക്ക് വിപണിയുടെ റിസ്കിലും സ്ഥിരതയിലും കൃത്യമായി നിയന്ത്രണ വിധേയമാക്കാനും സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ-US വ്യാപാര ചർച്ച ഇരു കൂട്ടർക്കും പ്രയോജനകരമായ രീതിയിൽ മുന്നോട്ടു പോകുമെന്ന് കേന്ദ്രം. US സന്ദർശനത്തിന് ശേഷമുള്ള പീയൂഷ് ഗോയലിന്റെ പ്രഖ്യാപനത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് വ്യവസായ ലോകം. അമേരിക്കയുടെ പുതിയ താരിഫ് ഭീഷണി വന്നിരിക്കെയാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ പ്രസ്താവന വരുന്നതെന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ നിക്ഷേപകരും വ്യവസായ ലോകവും പ്രതീക്ഷയോടെയാണ് പ്രസ്താവനയെ കാണുന്നത്. ഉഭയകക്ഷി വ്യാപാര ചർച്ച മുന്നോട്ടു പോകും. ആദ്യഘട്ട കരാറിനാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. കരാറിന്റെ സാധ്യമായ രൂപരേഖകളെക്കുറിച്ച് ഇരുപക്ഷവും അഭിപ്രായങ്ങൾ കൈമാറിയെന്നും പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. ഇന്ത്യയുടെ വളർച്ചയിലും സമ്പദ്വ്യവസ്ഥയുടെ മുന്നേറ്റത്തിലും അമേരിക്കൻ ബിസിനസ് മേധാവിമാർ ആത്മവിശ്വാസത്തിലാണ്. ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ അവർ തയ്യാറാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. US പ്രതിനിധികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ഇന്ത്യയിൽ ഗോയലും സംഘവും മടങ്ങിയെത്തി. അമേരിക്കയുടെ വാണിജ്യ അംബാസിഡർ ജാമിസൺ, ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോറുമായും ഗോയൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിദേശ നിക്ഷേപ നിയമത്തിൽ ഇളവ് വരുത്താൻ കേന്ദ്ര സർക്കാർ. ലക്ഷ്യം ഇ-കൊമേഴ്സ് കയറ്റുമതി വർദ്ധിപ്പിക്കൽ. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള വിദേശ ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങൾക്ക് നിലവിൽ ഇന്ത്യക്കകത്തോ വിദേശത്തോ ഉപഭോക്താക്കൾക്ക് നേരിട്ട് സാധനങ്ങൾ വിൽക്കാൻ കഴിയില്ല. ഇന്ത്യൻ വിൽപ്പനക്കാരെയും വാങ്ങലുകാരെയും ബന്ധിപ്പിക്കുന്ന ഇടമായി മാത്രമാണ് ഇവ പ്രവർത്തിക്കുന്നത്. ഇത്തരം നിയമങ്ങളിലാണ് ഇളവ് വരികയെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. അതായത് ഇന്ത്യൻ വിൽപ്പനക്കാരിൽ നിന്ന് നേരിട്ട് വാങ്ങുക, അന്താരാഷ്ട്ര ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ നേരിട്ട് കയറ്റുമതി ചെയ്യുക എന്നിവ ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങൾക്ക് സാധ്യമാവും. ഇതോടെ ചരക്ക് വിതരണത്തിലും വില നിർണ്ണയത്തിലും ഇ-കൊമേഴ്സ് ഭീമന്മാർക്ക് അവസരം ലഭിക്കും. വിദേശ ഉപഭോക്താക്കൾക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ കാര്യക്ഷമമായി എത്തും. ഇത് ഇന്ത്യൻ ഉൽപ്പന്ന ആവശ്യകത ഉയർത്തും. കയറ്റുമതി കൂടുമ്പോൾ ലാഭവും മത്സരശേഷിയും ശക്തമാവും. രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ആഗോള വിപണിയിലേക്ക് പ്രവേശനം ലഭിക്കും. കയറ്റുമതിയുടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ തന്നെ US, യൂറോപ്യൻ യൂണിയൻ, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ ഉപഭോക്താക്കളിലേക്ക് രാജ്യത്തെ ഉൽപ്പന്നങ്ങളെത്തും. ഇതെല്ലാം പരിഗണിച്ചാണ് കേന്ദ്രത്തിന്റെ നീക്കമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി നോക്കാം കേരള വാർത്തകൾ. ബിവറേജ് കോർപ്പറേഷനിൽ പുനരാലോചന. കുപ്പികളിൽ പതിക്കുന്ന സ്റ്റിക്കറിന്റെ അച്ചടി നിർത്തിവയ്ക്കാൻ കോർപ്പറേഷൻ നിർദ്ദേശം. ഷോപ്പിൽ ഇനി തുണിസഞ്ചി വിൽക്കാനും നീക്കം. വിദേശ മദ്യഷോപ്പുകളിൽ മദ്യക്കുപ്പികൾ പേപ്പറിൽ പൊതിഞ്ഞു നൽകുന്നത് ഈ മാസത്തോടെ അവസാനിപ്പിച്ചേക്കും. പകരം തുണിസഞ്ചി വിൽപ്പനയ്ക്കുണ്ടാകും. 15 രൂപയുടെയും 20 രൂപയുടെയും സഞ്ചിയാണ് വിൽക്കുക. ജനുവരിയോടെ മുഴുവൻ വിൽപ്പനശാലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാനാണ് നീക്കം. പ്ലാസ്റ്റിക് കുപ്പിയിലെ മദ്യത്തിന് അധിക വില ഈടാക്കുന്ന പദ്ധതി പരീക്ഷണഘട്ടത്തിൽ കാര്യമായ മുന്നേറ്റമില്ലാത്ത സാഹചര്യമാണുള്ളത്. അളവ് വ്യത്യാസമില്ലാതെ ഒറ്റയടിക്ക് 20 രൂപ കൂടിയതോടെ ഉപഭോക്താക്കളുടെ ശക്തമായ എതിർപ്പാണ് പദ്ധതി നടപ്പിലാക്കാൻ പ്രശ്നമായത്.
കുപ്പികളിൽ പതിക്കുന്ന സ്റ്റിക്കറിന്റെ അച്ചടി നിർത്തിവെക്കാൻ കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയതോടെയാണ് പദ്ധതി നിർത്തുകയാണെന്ന സംശയമുയർന്നത്. ആവശ്യത്തിന് സ്റ്റോക്കുള്ളതുകൊണ്ടാണ് നിർത്തിവെക്കുന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിലെ 20 വിൽപ്പനശാലകളിലാണ് സെപ്റ്റംബർ 10 മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക് കുപ്പിയിലെ മദ്യത്തിന് 20 രൂപ അധികം ഈടാക്കുന്നത്. കുപ്പി തിരിച്ചു നൽകുമ്പോൾ പണം തിരികെ കിട്ടും. പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യമിട്ടിരുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 40 രൂപയും പവന് 320 രൂപയുമാണ് കൂടിയത്. ഇതോടെ സ്വർണം ഗ്രാമിന് 10,530 രൂപയും പവന് 84,240 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധന രേഖപ്പെടുത്തി. ഗ്രാമിന് 35 രൂപ കൂടി 8,655 രൂപയിലാണ് വ്യാപാരം നടന്നത്. അതേസമയം വെള്ളി വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 144 രൂപയിലാണ് വ്യാപാരം നടന്നത്.